ശ്രദ്ധിച്ചോടിക്കണേ. എടാ വിഷ്ണു എന്താ അത്യാവശ്യം കാണാന്ന് പറഞ്ഞേ? എടാ അത് പിന്നെ അയ്യോ എടാ നീ കാണാ നിന്റെ കണ്ണാണോ വീണത്? ഇത്രയും നേരം നല്ല രീതിയിൽ വണ്ടി ഓടിച്ചോണ്ട് കൊച്ചാ. ശരിയാ, നിന്നെ കരിങ്കണ്ണ് കാരണോ? ഞാൻ തോയത് ചുമ്മാ ദോ തറ കിടക്കുന്നത്. എടാ വാടാ നമുക്ക് പൊക്കിയെടുക്കാം അവളെ. വൈകിട്ട് ആവശ്യമില്ല, ഇവിടെ തങ്കാൻ എണീറ്റുന്നുള്ളൂ. അല്ല നീ എന്തിനാ കാണണമെന്ന് പറഞ്ഞു? അത് പിന്നെ അവളുടെ ബർത്ത്ഡേ നാളെ. ആണാ? ഒന്ന് അടങ്ങടാ. അവളറിയാതെ അവക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനാന്ന്. ഓ അതിനായിരുന്നു. ഒരു നല്ലൊരു ഫോൺ മേടിച്ചു കൊടുത്താലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതാകുമ്പോ അത് കുത്തിക്കൊണ്ടിരുന്നോളൂ. അത് ശരിയാ, അത്ര നേരങ്ങളുള്ള ശല്യം കുറഞ്ഞിട്ടുമല്ലേ. നീ എങ്ങനെ സഹിക്കുന്നില്ല? എന്റെ വൈഫ് ശല്യമൊന്നുമല്ല എനിക്ക്. അതാ കണ്ണുനീര് തുടച്ചളഞ്ഞിട്ടോ. എടാ നീ വിചാരിക്കണമെന്നുള്ളടാ, അവള് നല്ല ക്രിയേറ്റീവ്. അവളുടെ തലയ്ക്കകത്ത് ഫുള്ള് ക്രിയേറ്റിവിറ്റി. പിന്നെ നല്ല ക്രിയേറ്റീവാ. നാട്ടിൽ കിടക്കുന്ന ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാ, കുത്തിത്തിരിപ്പ്. ഇനി ഫോണൂടെ മേടിച്ചോളൂ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഓൺലൈനിൽ കൂടെ ആവട്ടെ പരിപാടികൾ. ഓടാ അത് മാത്രമാണ്. അവൾക്ക് നല്ല രീതിയിൽ വളവളാന്ന് സംസാരിക്കാനും സോപ്പിട്ട് മയക്കാനും കഴിവുണ്ട്. എന്നെ എത്രമാത്രം സോപ്പിട്ട് മയക്കേക്കുന്നു. പക്ഷെ ഞാൻ വീഡിയോ എന്നിട്ട് അവസാനം പോയി പെട്ട് കെട്ടിക്കൊണ്ട് വരേണ്ടി ഒന്നില്ല. എന്തായാലും അവർക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കണം. അവള് വ്ലോഗോ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ഒക്കെ തുടങ്ങട്ടാ. ഞാൻ മാത്രമല്ല, നാട്ടുകാരും സഹിക്കട്ടെ അവളെ ശല്യം. എന്തുവാ മൊബൈല്